അത് കൊണ്ടുപോയി തന്നെ ചതിച്ചതാണ്. എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയില്ല, ഞാൻ ഇങ്ങനത്തെ ജോലിക്കല്ലല്ലോ വന്നേ, എനിക്ക് നാട്ടിൽ പോകണമെന്ന് അറബീൻ്റെ അടുത്ത് പറയുമ്പോൾ അറബി പറയുന്നത് ഇവര് കൊണ്ടുപോയവര് അറബീൻ്റെ അടുത്ത് ക്യാഷ് വാങ്ങിയിട്ട് എന്നെ കൊടുത്തതാണ്. അപ്പൊ അറബി എന്നെ വിടില്ല, അറബിക്ക് വേണ്ടി വിറ്റു, അറബിക്ക് വേണ്ടി എന്നെ വിറ്റു. അതാണ് ശരിക്കും ഇവര് ചെയ്തത്. അപ്പോ ഈ ഫസ്റ്റ് ഇവര് തന്നെ ഈ കൊണ്ടുപോയവര് തന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഇവര് തന്നെ എന്നോട് ആദ്യം പറഞ്ഞിരുന്നു, ഇറങ്ങി ഓടാൻ പറ്റുമെങ്കിൽ, കൊണ്ടുപോയ ലേഡി എന്നോട് പറഞ്ഞിരുന്നു, ഇറങ്ങി അവിടെ നിന്ന് ഓടി എൻ്റെ അടുത്ത് വരാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു, രക്ഷിക്കാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാ ചെയ്തേ. ഓടി ഇവരോട് വിളിച്ചു, ഇവര് തന്നെ വന്നെന്നെ പിക്ക് ചെയ്തു, വണ്ടിയിൽ വന്ന് പിക്ക് ചെയ്തു, ഇവരുടെ റൂമിൽ കൊണ്ടുപോയി. പക്ഷെ അപ്പോഴത്തേക്ക് അറബിയുടെ കോളും കാര്യങ്ങളൊക്കെ വന്നിട്ട്, അവരുടെ വീട്ടിലെ കെദ്ദാമയാണല്ലോ ഞാൻ, അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന, അപ്പൊ കെദ്ദാമ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കേസായി. വസ്ത്രമെല്ലാം ഗദ്ദാമയുടെ വസ്ത്രം, അത് തന്നെ ഒരു വലിയ വസ്ത്രം, അറിയായിരിക്കും പ്രവാസികളായിട്ടുള്ള എല്ലാവർക്കും അറിയാം വേഷം എന്താണെന്ന്. അത് അങ്ങനെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇവര് തന്നെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാണ്. ഇവര് തന്നെ ഇറങ്ങി വരാൻ പറഞ്ഞു, ഇവര് തന്നെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അങ്ങനെ അവരുടെ വീട്ടിലെ ഗദ്ദാമ പോയതുകൊണ്ട് അവർക്ക് എന്തും പറയാം. അവിടെ ചെന്നപ്പോ അറബി ഉണ്ടായിരുന്നു സ്റ്റേഷനിൽ? ഉണ്ട്, അറബി ഉണ്ട്, അറബിയും വൈഫും എല്ലാം ഉണ്ട്. അന്നൊരു ദിവസം അവിടെ എനിക്ക് കിടക്കേണ്ടി വന്നു ആ ജയിലിൽ. ഒരു ദിവസം അന്ന് ആ ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്നിട്ട് പിറ്റേന്ന് എന്റെ ഭാഗത്ത് തെറ്റില്ല, അടിയും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റി, പാസ്പോർട്ടും തിരിച്ചു കിട്ടി. അങ്ങനെ അന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ഇവരോട് പറഞ്ഞു, എന്നെ ഇനി നാട്ടിൽ കയറ്റിയുടെ, എനിക്ക് നിക്കണ്ട. അനുഭവിച്ചു, അത്രമേൽ ഞാൻ അനുഭവിച്ചു. ഫുഡൊന്നും കഴിക്കാനില്ലാതെ എൻ്റെ ഓരോ എല്ലുകൾ ഇങ്ങനെ എണ്ണിപ്പറക്കാം. കണ്ണാടിയിൽ ഞാൻ തന്നെ പോയി നിന്ന് നോക്കും, എൻ്റെ ഓരോ വാരിയെല്ലുകൾ എനിക്കിങ്ങനെ എണ്ണാം. വിശന്നിട്ട് കഴിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ട്, ആഹാരം പോലും ഇല്ല. അവര് കളയുന്ന വേസ്റ്റ് അതെനിക്ക് കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. വേസ്റ്റ് കൈയിട്ട് വാരി ഞാൻ കഴിച്ചിട്ടുണ്ട്. ആഹാരം പോലും അവർ തന്നിട്ടില്ല. വെള്ളം മാത്രം കുടിക്കുക. അവര് കഴിച്ചോ കുടിച്ചോ ഇതൊന്നും ചോദിക്കത്തില്ല. അവരുടെ ഇഷ്ടത്തിന് കഴിക്കും, എപ്പോഴും പുറത്തു പോയി കഴിക്കും. അവരുടെ കൂടെ നമ്മളും പോകും, പക്ഷെ നമുക്ക് ഫുഡൊന്നും ഇല്ല. നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം, വിശക്കുമ്പോഴും വെള്ളം കുടിക്കുക. പിന്നെ കുബൂസ്, എപ്പോഴെങ്കിലും ഒരു കുബൂസ് ഒരെണ്ണം അവര് കഴിക്കുമ്പോൾ എന്നാ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് തരും. ഈ എച്ചില് പാത്രത്തിൽ നിന്ന് ശ്രീലക്ഷ്മി കഴിക്കുമ്പം എപ്പോഴെങ്കിലും ചിന്തിച്ചു, എനിക്കൊരാള് തുണയായിട്ടുണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു? കാരണം പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ സ്വപ്നം കണ്ടു പോയതല്ലേ ശ്രീലക്ഷ്മി, പക്ഷെ സംഭവിച്ചത് അതല്ല. കഴിക്കാൻ നേരത്ത് എന്ത് തോന്നി? അത് കഴിക്കുമ്പോ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ ആലോചിച്ചു, ഒരിക്കലും പ്രവാസിയാവരുത്. ഒരാള് കഴിച്ച വേസ്റ്റ് എടുത്ത് കഴിക്കേണ്ട അവസ്ഥ, അവരുടെ വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് എടുത്ത് കഴിക്കേണ്ട ഒരവസ്ഥ, അതൊരിക്കലും ഒരാൾക്കും ഉണ്ടാവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അന്ന് എന്ത് പ്രായം ശ്രീലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു? 22 വയസ്സ്. 22 വയസ്സിൽ ജയിലിന്റെ അഴികളിൽ വരെ കിടന്നു. പിന്നീട് ഇവരെ വിശ്വസിച്ച് പിന്നെ ഈ വ്യക്തി അല്ലെ കൊണ്ടുപോയ ഏജന്റ് ഒരു അറബിക്ക് പിന്നെ വിറ്റു. പിന്നെ ഇവരെന്നെ ഒരു അറബിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുവിട്ടു. അവിടെ എന്തുവാ സംഭവിച്ചേ? അവിടെ ഇത് തന്നെ ഉപദ്രവം. എച്ചിലിന്ന് കഴിക്കുന്നു. അവിടെ വേറെ ജോലിക്കാരി, ഒരു ആന്ധ്ര, അവിടെ ഫുഡ് കിട്ടിയാൽ അവരെനിക്ക് തരില്ല. ഈ ആന്ധ്രാക്കാര് എനിക്ക് തരുന്നില്ല, അവരെടുത്ത് കളയും. ഞാൻ കഴിക്കാൻ, എനിക്കൊരു നേരം കഴിക്കാൻ കിട്ടിയാൽ അത് ഞാൻ അവരുടെ ഉണ്ട് നമ്മളോടുള്ള, അവർക്കും ദേഷ്യം, കൂടെ വർക്ക് ചെയ്ത്. ഈ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ അടിമയെന്ന് കേട്ടിട്ടുള്ളല്ലേ? മൊത്തത്തിൽ ജീവിതം എന്താന്ന് മനസ്സിലായി അടിമയായിട്ടുള്ള. നല്ല പോലെ. എത്ര ദിവസത്തോളം ജയിലിൽ കിടന്നു? ഒരു 2 മാസം. 2 മാസം കിടന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, ആ മരുഭൂമിയിൽ കൂടെ ജയിലിലേക്ക് ശ്രീലക്ഷ്മിയെ കൊണ്ടുപോകുന്ന യാത്രയില് ഇനി എനിക്ക് പുറം ലോകം കാണാൻ പറ്റുമോ? ഒരു മരണ മുഖാമുഖം കണ്ടു ശ്രീലക്ഷ്മി? ഇനി അടുത്തത് മരണമാണ്. ഇനി എന്റെ കുടുംബം കാണാൻ പറ്റുമോ, കുഞ്ഞിനെ കാണാൻ പറ്റുമോ, ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. എന്നെ അവർ കൊല്ലാൻ കൊണ്ടുപോവായിരിക്കും. മരുഭൂമിയിലൂടെയാണ് ഈ പോലീസ് വണ്ടി പോകുന്നത്. അപ്പോ ഇനി അടുത്ത കൊല്ലുമായിരിക്കും. നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള അങ്ങനെയാണ്, ഗൾഫിൽ കൊന്നുകളയാണ്, എന്തെങ്കിലും
തെറ്റ് ചെയ്താല്. ഉം. ഇത് ഞാൻ തെറ്റല്ല ചെയ്തത്, എന്റെ സാഹചര്യം കൊണ്ട് എനിക്ക് നിക്കണ്ട, എനിക്ക് നാട്ടിൽ പോയാൽ മതി.